ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുടെ ജ്വല്ലറി മേക്കിംഗ് ക്ലാസ്സുകളും അതുപോലെ തന്നെ ജ്വല്ലറി മേക്കിംഗ് മെറ്റീരിയൽസ്, ഹെയർ ബാൻഡ് മെറ്റീരിയൽസ്, അതുപോലെ തന്നെ പുതിയതായിട്ട് വന്ന ഫാൻസി ഐറ്റംസ്, ജ്വല്ലറി ഐറ്റംസ് എല്ലാം നല്ല രീതിയിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വളരെയധികം താങ്ക്സ് ഉണ്ട് കേട്ടോ. നമ്മൾ ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഫാൻസി ഐറ്റംസ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അതിൻ്റെ ലിങ്ക് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പം നമ്മളിടുന്ന വീഡിയോ കാണാൻ ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. ഇപ്പോൾ വാട്സപ്പിൽ ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉപകാരമാവുമല്ലോ. അപ്പോൾ അത് കാരണമാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മളുടെ വീഡിയോ എന്ന് പറഞ്ഞത് ഫ്രീ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ക്ലാസ്സിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽസ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ഒരു കിറ്റ് ചെയ്യുന്ന വീഡിയോ കണ്ടിട്ട് ഒരുപാട് എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ജ്വല്ലറി മേക്കിംഗ് ക്ലാസ്സിൽ പഠിപ്പിക്കുക എന്നുള്ള ഡീറ്റെയിൽ കാര്യങ്ങളും അതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നുള്ളവർക്കും ഈ ഒരു വീഡിയോ കണ്ടാൽ ഫുള്ളായിട്ട് മനസ്സിലാവും. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ വീഡിയോ ക്ലാസ്സിൽ കാണിക്കുന്ന ഐറ്റംസ് ഒക്കെയാണ് ഈ ഒരു വീഡിയോൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഡെമോ കാണിക്കുമോ, അതുപോലെ നിങ്ങൾ എന്തെല്ലാം ഐറ്റംസാണ് ചെയ്യുന്നത്, ഏതെല്ലാം ഐറ്റംസാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത് എന്നൊക്കെ ചോദിച്ചവർക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതെല്ലാം ഐറ്റംസാണ് നമ്മൾ പഠിപ്പിക്കുന്നതെന്ന്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഈ വീഡിയോ കാണുന്നവർ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മൾ വീഡിയോസ് കാണുന്നത്. 70% പേരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യട്ടോ. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ നമ്മൾ എന്തെല്ലാം ഐറ്റംസാണ് പഠിപ്പിക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ ഇയറിങ്സ് മുതൽ പാദസരം വരെയാണ് ചെയ്യുന്നത്. ഇയറിങ്സ് നമ്മൾ 4 ടൈപ്പാണ് ചെയ്യുന്നത്. 4ഉം വ്യത്യസ്തമായിട്ടുള്ള ഐറ്റങ്ങളാണ്. ഒരു സ്റ്റഡ് ഉണ്ട്, 2 ഹാങ്ങിങ് ആയിട്ടുള്ള ഇയറിങ്സ് വരുന്നുണ്ട്, ഒരു റിങ്ങിൽ വരുന്ന ഇയറിങ്സ് ഉണ്ട്. ഇപ്പോൾ വീഡിയോയിൽ ചില ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ തന്നെ. അതുപോലെ നമ്മൾ ഒരു ഡിസൈന് ഒരു ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേറൊരു ഡിസൈനാണ് പിന്നെ കാണിക്കുക. അപ്പം നിങ്ങൾക്ക് ഒരുപാട് ഐഡിയാസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരേ പാറ്റേണിലുള്ള കാര്യങ്ങൾ ചെയ്യാതെ വ്യത്യസ്തമായ ഐഡിയകൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാവുമ്പം നിങ്ങൾക്ക് ഏതൊരു ഐറ്റം കണ്ടാലും ഇത് ഏത് രീതിയിലാണ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ 3 ചെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 3 ചെയിനും 3 വെറൈറ്റി ഐഡിയയിലാണ് അത് നമ്മൾ തുടങ്ങുന്നത് പോലും. അതിൻ്റെ കൊളുത്ത് വരെ നമ്മൾ 3 ടൈപ്പിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊരു കൊളുത്ത് വെച്ച് ചെയ്യേണ്ടതും നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് കിട്ടുന്നതോടെ മനസ്സിലാവും. അപ്പം പിന്നെ ഏത് വെറൈറ്റി ചെയിനുകൾ ചെയ്യാനും നിങ്ങൾക്ക് പറ്റും. കൊളുത്ത് മാത്രമല്ല, ഡിസൈനും പാറ്റേണും ബീഡ്സും എല്ലാം വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ കിറ്റിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തെല്ലാം ഐറ്റംസാണ് ഇതിൽ കൊടുക്കുക എന്നൊക്കെ. അതൊക്കെ നമ്മൾ മുമ്പ് ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ബാച്ചിന് കൊടുത്തിട്ടുള്ള കിറ്റ് റെഡിയാക്കിയ വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത്, ജസ്റ്റ് കണ്ടു. അപ്പം അതിൽ നമ്മൾ ഗിയർ വയർ, ക്രിസ്റ്റൽ ബീഡ്സിന് 3 ടൈപ്പ് ബീഡ്സുകൾ, കൊളുത്ത്, അതുപോലെ ഇതിന് എന്തെല്ലാം മെറ്റീരിയൽസ് വേണം അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുണ്ട്. മാത്രമല്ല ഫസ്റ്റ് ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഏതെല്ലാം ഐറ്റംസാണ് അതിൻ്റെ പേരുകൾ ഒക്കെ പരിചയപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഓരോ ക്ലാസ്സും തുടങ്ങുന്നത്. അതുപോലെ തന്നെ ഹെവി ആയിട്ടുള്ള ചോക്കർ ടൈപ്പ് ചെയിനുകൾ 2 ടൈപ്പ് ചെയിൻ ചെയ്യുന്നുണ്ട്. അതിലൊരു ടൈപ്പാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടിപ്പം ഉള്ള ഡിസൈനാണ് ഈ വരുന്നത്. ഇത് കാണുമ്പോൾ നല്ല സിമ്പിളായിട്ടൊക്കെ തോന്നും, പക്ഷെ ചെയ്യാൻ നല്ല പണിയാണ് കേട്ടോ. നമ്മൾ സ്റ്റുഡൻസ് ഏറ്റവും റിസ്ക് ആയിട്ട് പറഞ്ഞിട്ടുള്ളതും എനിക്കും ചെയ്തപ്പോൾ റിസ്ക് ആയിട്ട് തോന്നിയതുമായിട്ടുള്ളൊരു ഡിസൈനാണത്. അതുപോലെ തന്നെ പാദസരമൊക്കെ നമുക്ക് അധികം ഫസ്റ്റ് നമ്മൾ ഇപ്പോഴത്തെ സ്റ്റുഡൻസിന് ഏറ്റവും കൂടുതൽ എന്താ പറയുക, അവർക്ക് ഓർഡേഴ്സ് കിട്ടുന്നത് പാദസരം ചെയ്തിട്ടാണ്. നമ്മുടെ അടുത്ത് നിന്ന് വീണ്ടും മെറ്റീരിയൽസ് വാങ്ങിക്കുന്നതൊക്കെ പാദസരം ചെയ്യാനാണ്. പാദസരം ചോക്ക് ടൈപ്പ് ചെയിനും എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും കൂടുതലായിട്ട് പാദസരമാണ് ഉള്ളത്. ഈ 5 ദിവസത്തെ ക്ലാസ്സിനുള്ളിൽ ഇത്രയും ഐറ്റംസ് പഠിപ്പിക്കുക എന്നുള്ള ഒരു റിസ്ക്കാണ്. പക്ഷേ നമ്മളത്
ഫസ്റ്റ് ബാച്ചിൽ നമ്മളത് കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും മാക്സിമം നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മളെ ക്ലാസ് അറ്റൻഡ് ചെയ്തവർ ഒന്ന് ഇതിന് താഴെ കമൻറ്റ് ചെയ്യണം നിങ്ങളെ അഭിപ്രായങ്ങൾ. കാരണം അപ്പോഴാണ് നിങ്ങളെ ഇൻസ്പയർ ആയിട്ട് പുതിയ ഒരുപാട് പേർക്ക് വരാൻ ചാൻസുകൾ ഉണ്ടാവുക. ഒരു ടൈപ്പാണ് കേട്ടോ ഈ ഒരു കാണുന്ന ചെയിന്, ചോക്കർ ടൈപ്പിൽ. അത് ക്രിസ്റ്റലും കുന്തൻ സ്റ്റോണും വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് ഐഡിയാസ് അവർക്ക് നമ്മൾ ഏതൊരു ഫോട്ടോസ് ആണെങ്കിലും എന്ത് കണ്ടാലും പുതിയൊരു ഐഡിയകൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അവർ മനസ്സിൽ തന്നെ പുതിയ പുതിയ ഐഡിയകൾ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അവർ ചെയ്തിട്ട് നമുക്ക് ഫോട്ടോസ് അയച്ചു തരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അവർക്ക് അങ്ങനെ പലതും ചെയ്യാൻ തോന്നുന്നുണ്ട്. അതുപോലെ നമ്മൾ ചെയ്ത വർക്കുകൾ തന്നെ ഒരുപാട് പേര് ചോദിച്ച് അപ്പം സെയിൽ ചെയ്തു അങ്ങനെയൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ക്ലാസ്സിലുള്ള കുറച്ച് കട്ട് ചെയ്ത ഭാഗങ്ങളൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്, നിങ്ങൾക്ക് തന്നെ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ക്ലാസ് എന്ന് പറയുന്നത് ലൈവ് ക്ലാസ് അല്ല. നമ്മൾ സ്റ്റുഡൻസ് പ്രായമായവരുണ്ട്, അതുപോലെ വീട്ടിലിരിക്കുന്ന വയ്യാത്തവരുണ്ട്, കുട്ടികളുള്ളവരുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന രീതിയിൽ വാട്സപ്പിലാണ് നമ്മൾ മെസ്സേജസ് അയക്കുന്നത്, ഫോട്ടോസും വീഡിയോസും ഒക്കെ ഷെയർ ചെയ്യുന്നത്. ആദ്യം നമ്മൾ വാട്സപ്പിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഗ്രൂപ്പായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം എങ്ങനെയാണെങ്കിലും നിങ്ങളെ സൗകര്യത്തിനനുസരിച്ച് വീഡിയോസ് കണ്ടിട്ട് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും ഫോട്ടോസ് ഷെയർ ചെയ്താൽ മതി. ഇനി ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ്, അതായത് കിറ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അഡ്മിഷൻ ഫീസ് 100 രൂപയും അതുപോലെ കിറ്റ് വരുന്നത് 1000 രൂപയുടെ കിറ്റുമാണ്. അപ്പം താല്പര്യമുള്ളവർ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി. നമുക്ക് എത്ര പേരുണ്ട് എന്നറിയുമ്പോഴാണ് നമുക്ക് അത്രയും മെറ്റീരിയൽസ് ഒപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. കാരണം മെറ്റീരിയൽസ് ദൂരെ നമ്മൾ വരുത്തിക്കുന്നതാണ്. അപ്പം അത് എല്ലാവർക്കും സംഭവം ഇവിടെ വീട്ടിൽ കിട്ടി. അതിനുശേഷം നമ്മൾ ഓരോരുത്തർക്കും എടുത്തു വെക്കണം. എടുത്തു വെക്കുമ്പം ചെറിയ ചെറിയ ഐറ്റംസ് ആണല്ലോ, 28ഓളം 29 ഐറ്റംസ് ഉണ്ട് നമ്മൾ ഈ ഒരു കിറ്റിൽ വരുന്നത്. ഇതെല്ലാം റെഡിയാക്കിയാണ് നമ്മൾ ഈ ഒരു കിറ്റ് നിങ്ങൾക്ക് അയക്കുന്നത്. അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് ക്ലാസ് മാത്രം തരുമെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ക്ലാസ് മാത്രം ആകുമ്പോൾ നമ്മൾ ഫീസ് വരുന്നത് 300 രൂപയാണ്. 300 ഫീസ് അടച്ചിട്ട് നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. അതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ മെറ്റീരിയൽസ് നിർബന്ധമായിട്ട് വാങ്ങിക്കണം എന്നൊന്നുമില്ല. അപ്പോൾ ഫീസിൽ ചെറിയ മാറ്റം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഈ ഒരു ജ്വല്ലറി മേക്കിംഗ് ക്ലാസ്സിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഇപ്പോൾ പറഞ്ഞതാണ് വിശ്വസിക്കുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കാം. നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചിരുന്നത് ഒക്ടോബർ 5-ാം തീയതി ആയിരുന്നു. അപ്പം വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി, കുറച്ച് വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഇത്തിരി ലേറ്റായത്. എന്നാലും ഒക്ടോബർ 10-ാം തീയതി ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുത്തോളാം. ഒക്ടോബർ 5-ാം തീയതി വരെ അഡ്മിഷൻ എടുക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ക്ലാസ്സിൽ മെറ്റീരിയൽസ് ഇല്ലാത്ത ക്ലാസ്സിനായിരിക്കും കിട്ടുക. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ മെറ്റീരിയൽസ് കിട്ടിയതിന് ശേഷം ചെയ്താലും മതി. അപ്പം ഒക്ടോബർ 5-ാം തീയതിക്ക് മുന്നേ ആയിട്ട് അഡ്മിഷൻ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കോൾ ചെയ്താൽ മതി. അപ്പം അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.